ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ 99 നൈറ്റ്സ് ആണ് നമ്മൾ കളിക്കുന്നത്. നമ്മളപ്പം ക്രേസി ഗേൾ ഉണ്ട്. ഇല്ല ചാർജില്ല. വായോ റൂമിടാം. ഞാൻ നിന്നെക്കാളും പ്രോയായിരുന്നു. ഫ്രണ്ടിൽ കാണാണ്ടോ? ഇങ്ങോട്ട് വാ, വേം വാ. ഞാൻ നിൽക്കുന്നുണ്ടോ? ബേസിക്കലി ഇങ്ങോട്ട് വാ. എക്സിറ്റ് ഇങ്ങോട്ട് വേഗം വാ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. പുതിയ റീൽസ് അല്ല, പുതിയ ഷോർട്സ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് കളി തുടങ്ങാം. പിന്നെ ഞാൻ മറ്റേ മാസ്റ്റർ പോലത്തെ ഒരാളായതുകൊണ്ട് നമുക്ക് ബാർബിഡ് വയേഴ്സ് ഒക്കെ ഉണ്ട്. വയസ്സാണ് എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവണമെങ്കിൽ ഗീവ് അവേ തരാം. ഗീവ് അവേ ഇട്ടൊരു പൂച്ചക്കുഞ്ഞല്ലേ വേറെ ഗീവ് തരുന്നതായിരിക്കും. ഇതേ മരം വെട്ട് പോയിട്ട് ക്രൈസികൾ ഇതിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ തെറ്റൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. എനിക്ക് കുറേ ഇതുണ്ടോ, സ്റ്റേക്സ് എന്നാണ് ഇതിൻ്റെ പേര്. എന്തൊരു ഹോണടിയൊക്കെ മറ്റേ ഇത് വേഗം കൊണ്ടിട്ട്. ഈസ്റ്ററിൻ്റെ എന്തോ പരിപാടിയാ. ടേക്ക് എ ബാസ്കറ്റ്. ഓ, ഇത് ചെയ്തെന്തോ കിട്ടും കേട്ടോ. പീക്കറ്റ് മാപ്പ്. അയ്യോ ഇതെന്നെ നോക്കുന്നു. എന്താ സംഭവം മനസ്സിലായില്ല. നോക്കിയതോ അതോ അയ്യോ അങ്ങ് കൊണ്ടുപോയത് ഇങ്ങോട്ട് മാറിയിട്ട്. നമുക്ക് ഇനി മുട്ട കണ്ടുപിടിക്കണം. അത് കോഴിക്കുഞ്ഞുങ്ങളല്ലേ. ഉണ്ണി മഴ വിട്ടോണം. മഴ വെട്ടി ഫയറിലോട്ട് കൊണ്ടിട്ട് ആ ബാഗിലാക്കിയിട്ട് നമ്മൾ പോയാണ്. നമ്മൾ 42 ദിവസം സർവൈവ് ചെയ്തിട്ടുണ്ട് നേരത്തെ. എമർട്ടി നല്ലൊരു പ്ലെയറാണ്. ഈ കളിയിലില്ല. എമർട്ടി 42 വലിയ ഗുണമൊന്നുമില്ല. അവരുടെ കാര്യം ചെറുതാണെങ്കിൽ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. മലയൊക്കെ ഫയറിലോട്ട് കൊണ്ടിടും. എടുത്തോളൂ. പുറത്തോട്ട് ഇറങ്ങരുതേ. പ്രേതം വിട്ടോണ്ടു. പക്ഷെ ഫസ്റ്റ് ഡേ പറ്റില്ല. ലെഫ്റ്റ് പോകുന്നില്ല. അയ്യോ ഇപ്പൊ ലീവ് എടുത്തോളൂ. പുറത്തോട്ട് ഇറങ്ങരുത്. പ്രേതമുണ്ട്. ഇവിടെ നിൽക്ക്. ലൈറ്റ് ഉള്ളോട്ടേ പറ്റുള്ളൂ. മരമൊക്കെ പറ്റി ഇടണം. നമ്മൾ മാത്രമേ ഇല്ലേ? അല്ല വേറെ 2 ആൾക്കാരും കൂടി ഉണ്ട്. അവര് മുങ്ങിയിട്ടുണ്ടാവും. മരം വിട്ടാൻ എന്തെങ്കിലും വരും. ഇത് ഫസ്റ്റ് നൈറ്റ് ഉണ്ട്. പ്രേതം പിടിക്കില്ല. പ്രേതം ഉണ്ട്. മരൊക്കെ ഉണ്ട്. ഞാൻ
അടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. ഉണ്ണിനോട് ചോദിച്ചോക്ക്. ഇതല്ല ഞാൻ പാടിയാൽ വലിയ ക്യാരറ്റ്. എന്തിനാ ഉണ്ടായിക്കോ. മല നീ എന്നെ കട്ടിട്ട് ആരും സഹായിക്കൂലായിരുന്നു. അവര് മറ്റേ കിഡിനെ സേവ് ചെയ്യാൻ പോവാ. ഞാനും ഉണ്ട്. കിഡ് ഉണ്ടല്ലേ? എനിക്കറിയില്ല. ഓ ഇതെന്തൊരു വീട്. ഓപ്പൺ ഉണ്ടോ? ഫാന്, റേഡിയോ. അവിടെ ഇവിടെ ബ്ലൂ പ്രിന്റിന്റെ കച്ചവടം. ചെസ്റ്റ് ബാൻഡേജ് കിട്ടി. ബാൻഡേജ് കിട്ടി. ബാൻഡേജ് കിട്ടി. നിങ്ങൾ ആരും കേട്ടത്? ബാൻഡേജ് കിട്ടി. ബാൻഡേജ് കിട്ടി. മറ്റേ കോപ്പി അല്ല, നമ്മളെ വായും കൊണ്ട് പാടിയാലും മതിയല്ലോ. യൂട്യൂബ് ആയോണ്ടേ. ഇത് ഓരോരോ പാർട്ടായിട്ടാവും വരിക. ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമാവും. ഇതിൽ ഈ വേൾഡിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഈ വേൾഡിൽ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. കുഞ്ഞിയുടെ കല്യാണത്തിന് എന്തത് ഊനാലോ? ഊനാലോ മറ്റേ വാളാക്കി ഇട്ടതായിരുന്നു. ഇത് പിന്നെ എന്ത് ഓംപ്ലേറ്റ് ഒക്കെ പ്ലീസ്. ഒരു ഭംഗി. ഇത് നമുക്ക് മറ്റേ ആൾക്കാർ വരില്ലേ, കളിച്ച് വരുമ്പോ ഇതിന്റെ മുകളിൽ കയറി നിന്നാ മതി, ജീവിക്കാൻ പറ്റും. Somewhere deep in the forest. Sad. ഞാൻ ഈ സ്പ്രിന്റ് ഓഫ് ചെയ്തിടും. സ്പ്രിന്റ് ഓണാവും. ഞാൻ പുറത്തു വിടാൻ ഞാൻ ആ പ്രേതത്തിന് പിടിച്ചോണ്ട് വരട്ടെ. പാട്ട് നമുക്ക് പേടിയാവും. ഉണ്ണിയൊക്കെ പേടിച്ചു. അയ്യോ മറ്റേ പ്രേതം വരുന്നു. കൊച്ചയെ കണ്ട്. അതാ കേറു. ഇങ്ങോട്ട് വരൂല. ക്യാമ്പ് ഫയറിന്റെ അടുത്തേക്ക് വരില്ല. പ്രേതം വരുന്നുണ്ടോ? ചേച്ചികളുടെ ഉള്ളിൽ കയറി. ഇതെവിടെ അടുത്തുണ്ട്. പ്രേതം പ്രേതം നോക്ക്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പോലെ എനിക്ക് തിന്നാനും തീരുമാനം തപ്പു.
ഉണ്ണി വൂൾഫിനെ ഇതിനൊക്കെ കൊല്ലും, റാബിറ്റിനെയൊക്കെ. ചിക്കനെ കൊല്ലാൻ പറ്റില്ല. ചാവുന്നില്ല എന്നാ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. ഞാനവിടെ ജീവനെ കൊന്നിട്ടുള്ളൂ, കൊണ്ടുവരാൻ പറ്റില്ല, സ്റ്റോറേജ് ഇല്ല. ക്യാറ്റ് അതോ ടേക്ക് ചെയ്യാൻ പറ്റില്ല. വലുതാണോ? എന്നാ പറ്റൂല. അല്ല ഞാനിവിടെ മീറ്റൊക്കെ എന്ത് ചെയ്യും? അല്ല ഞാനിവിടെ കുറച്ച് മീറ്റ് ഈ സ്പോൺ ആവൂല ഇല്ല അവിടെ കള്ളം. ആരാ അടിക്കാൻ വരുന്നത് നിന്നെ? വൂൾഫല്ലേ? തിരിച്ചു തല്ലിക്കൊല്ലേ? ചാവേ പിന്നെ കൊണ്ടുവരാം. വെയിറ്റ് പിന്നെ ബാൻഡേജ് ഇല്ലാതെ ബാൻഡേജ് ഉണ്ട് എൻ്റെ കയ്യിൽ. അയ്യോ എടുക്കാൻ പറ്റില്ല. അത് എടുക്കാൻ പറ്റും, അത് കുറെ കട്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ വീടെടുക്കുന്നുണ്ട്. തുണി ചത്തു വീലോ ഉണ്ണിനെ ഓടി പോന്ന്. ഉണ്ണി പോണെന്തെങ്കിൽ ചിരി വരുന്ന ആക്ഷൻ പിടിച്ചിട്ട്. എൻ്റെ കയ്യിൽ ബാൻഡേജ് ഉണ്ട്, കൊടുത്ത് വേദിയിലേക്കാം. എവിടെയാ വല്ല വൂൾഫും പിടിച്ച് കടിച്ചിട്ടുണ്ടാവും. നൈറ്റ് ഈസ് അപ്രോച്ച്. നീ പൊക്കോ, ഞാനേ അവനെ ബാഗിലൊക്കെ കൊണ്ടുവരും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വേഗം ക്യാമ്പ് ഫയറിലോട്ട് ഓടിക്കോ. അവിടെ തീൻ്റെ കോളം കാണാനുണ്ടോ? തീൻ്റെ ചിഹ്നം കാണാനുണ്ടോ? അയ്യോ എൻ്റെ ഫുഡൊക്കെ താഴ്ന്നു. ഏത് ഹൗസിൻ്റെ? കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മണി ഇട്ടാൽ മതിയേ. ഇവിടെ കുറെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു. എന്നാ അതെടുക്കാം. വൂൾഫിനെ കൊന്നായി കുറെ എണ്ണം കിട്ടും. നീ കോയിനെ കൊല്ലാൻ പറ്റുമോ? വെട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ആവൂല. കല്യാണത്തിന് വയലെടുത്ത് വെൽക്കണ്ടക്കരി ഇട്ട് കൊടുത്ത് വരുത്തണോ? അവ വിളിച്ചോണ്ട് വരാം. ചേട്ടോയ് ചേട്ടോയ് ഒന്ന് വന്നേ, എനിക്ക് കാണണം. വരുന്നുണ്ടേ. അവൻ്റെ ഒരു ഏരിയ കാണുന്നു. ഞാൻ വന്നു. The crazy girl build a supply. നിൽക്കുന്നു പോയി. രാവിലെ നിങ്ങൾക്ക് ഫുഡല്ലേ വേണ്ടേ? ട്രേഡൊക്കെ വന്നു പോയി. ഡേ 4 ആയി. ഫുഡ് കൊണ്ടുവരാം.
ഇന്ന് രാത്രി അറ്റാക്ക് ഉണ്ടാവേ. കൊറേ ആൾക്കാർ നമ്മളെ വെട്ടിക്കൊല്ലും. നമ്മള് വെട്ടണം. മേടിക്കരുന്നാല് ഹമ്പും ബില്ലൊക്കെ ഉണ്ടെങ്കിൽ വെടിച്ചു കൊല്ലും. ഞാൻ പോലെ വൂൾഫിനെയും കൊല്ലാൻ നോക്കാം. ഇങ്ങോട്ട് വാടാ പുള്ളി. അയ്യോ ഫ്രിഡ്ജിട്ടോടി ചാവോ? മോനീ ക്യാരറ്റില്ല, ബീറ്റ്റൂട്ട്. ക്യാരറ്റ് കിട്ടിയിട്ടൊന്നും കാര്യമില്ല. അയ്യോ ഇപ്പൊ ചത്തേനെ ഞാൻ. ഉണ്ണി ഇപ്പൊ ഞാൻ നിന്റെ മുമ്പിലോട്ടൊരു ഫുഡിനെ കൊണ്ടുവരാം. നീ ഒന്ന് വെട്ടിക്കൊന്നാൽ മതി. എന്നിട്ട് ആ തീയിലോട്ട് ഇട്. ഇത് ഇങ്ങോട്ട് വേണം. ഞാനാണ് ഈ വേണം. അയ്യോ 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 ഇപ്പൊ തീർന്നേനെ. ഞാൻ അയ്യോ നീ പോയി ക്യാരറ്റ് എറിയുന്നു. ഞാൻ മതിയാവും. അതിനെ പോയി വെക്കണം. എന്തിനിടക്കി അതിനെ കൊല്ലണേ. അതിന് ഹെൽത്ത് ഇല്ലാത്ത ടൈമിൽ കൊല്ലണം. ഹെൽത്തില്ല. മറ്റേ സാധനം പിടിക്കോളും. പ്രത്യേകമായിട്ടില്ല. തിരിച്ച് കടിക്കാത്ത എന്തിനും ഞാൻ കൊല്ലും. ആ കോഴിനെ കൊല്ലാൻ പറ്റുമല്ലോ. ഇല്ല, ഞാൻ ഉണ്ണിക്ക് റാബിറ്റിനെ കൊണ്ടുവരും. ഉണ്ണി വാ. ഞാൻ തീയിൽ വെച്ചിട്ടല്ലേ. അയ്യോ ഞാൻ ഈറ്റ് സ്വിച്ച് മാറിപ്പോയി. ഞാൻ അൺഡ്രാഗിന്റെ ഒരു ഈറ്റ് കൊടുത്തു. ഞാനും അപ്പൊ ഗൈസ് ഇനി പിന്നെ വരുന്നത്.